ഒന്നാം ഘട്ട പോളിംഗിനിടെ വ്യാപക അക്രമം. വയനാട് മണ്ഡലത്തെ ഇളക്കിമറിച്ച് ഇടതുമുന്നണിയുടെ പടുകൂറ്റൻ റാലി. LDFന്റെ റോഡ് ഷോയിൽ അണിനിരന്നത് പതിനായിരങ്ങൾ. തെരഞ്ഞെടുപ്പ് റാലി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. ചെങ്കടലായി കൽപ്പറ്റ നഗരം. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അനൂപ് ചേരുന്നു. അനൂപ്, ഒരുപക്ഷെ രാഷ്ട്രീയമായ കൃത്യമായ സന്ദേശം വയനാടൻ മണ്ണിലൂടെ വലിയ അർത്ഥത്തിൽ ഉയരുകയായിരുന്നു. അത്രയേറെ ജനബാഹുല്യം, അത്രയേറെ വലിയ ജനനിബിഡമായ റാലിയായിരുന്നു നാം കണ്ടത്. എന്തൊക്കെയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ? സ്ഥാനാർത്ഥി PP സുനീറിന്റെ നാലാം ഘട്ട പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച റാലിയും പൊതുയോഗവുമാണ് കൽപ്പറ്റയെ ഇതുവരെ കാണാത്ത ആവേശത്തിലാഴ്ത്തിയത്. രാവിലെയോടെ തന്നെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് നഗരത്തിലേക്ക് ഒഴുകിയെത്തിയത്. കൽപ്പറ്റ വിജയപ്പമ്പ് പരിസരത്ത് ആദ്യം ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിരുന്നു. പൊതുയോഗത്തിന് ശേഷമാണ് റോഡ് ഷോ നടന്നത്. പൊതുയോഗം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ ഉദ്ഘാടന പ്രഭാഷണത്തിൽ അദ്ദേഹം വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കുകയും വയനാട് അഭിമുഖീകരിക്കുന്ന കാർഷിക പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. അതോടൊപ്പം പാകിസ്ഥാൻ പരാമർശം, അമിത്ഷായുടെ പാകിസ്ഥാൻ പരാമർശത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചു. വയനാടിന്റെ സംസ്കാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വയനാടിന്റെ ചരിത്രത്തെക്കുറിച്ചോ യാതൊരുവിധ ധാരണയുമില്ലാത്ത ഒരാൾക്ക് മാത്രമാണ് ഇങ്ങനെ സംസാരിക്കാൻ അറിയുക. സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ചൊരു പ്രദേശമാണ് വയനാട്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമേ അക്കാര്യം അറിയുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത പൊതുയോഗത്തിന് ശേഷമാണ് നഗരത്തെ ഇളക്കിമറിച്ച വലിയ മഹാറാലി കൽപ്പറ്റയിൽ LDF പ്രവർത്തകർ സംഘടിപ്പിച്ചത്. ഈ റാലിക്ക് നേതൃത്വം കൊടുത്തത് ജില്ലയിലെ LDF പ്രവർത്തകർക്കൊപ്പം KK ശൈലജ ടീച്ചർ, മന്ത്രിമാരായ MM മണി, VS സുനിൽകുമാർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ മന്ത്രിമാരായിരുന്നു. ഇവർ തുറന്ന വാഹനത്തിൽ കൽപ്പറ്റ നഗരത്തിൽ 4 കിലോമീറ്ററോളം സഞ്ചരിച്ചു. തുറന്ന വാഹനത്തിൽ തടിച്ചുകൂടിയ വലിയ ജനാവലിയെ LDF നേതാക്കൾ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് സഞ്ചരിച്ചത്. ഇത് ഏതാണ്ട് 4 കിലോമീറ്ററോളം നീളുകയും ചെയ്തു. ഏതായാലും വയനാട്ടിലെ ഒരു ശക്തി പ്രകടനത്തിനായിരുന്നു LDF ഉദ്ദേശിച്ചത്. പരിപാടി നേരത്തെ നിശ്ചയിച്ചതാണെങ്കിലും റോഡ് ഷോ അടക്കമുള്ള പരിപാടികളായി ഇത് പുനഃക്രമീകരിക്കുകയായിരുന്നു LDF. ഉദ്ദേശത്തിൽ കവിഞ്ഞെത്തിയ ആയിരക്കണക്കിന് പ്രവർത്തകർ വയനാട് കൽപ്പറ്റ നഗരത്തെ ആകെ ചുവപ്പണിയിച്ചുകൊണ്ടാണ് റാലിയിൽ പങ്കെടുത്തത്. ഏതായാലും നേരത്തെ രാഹുൽ ഗാന്ധി പങ്കെടുത്ത പരിപാടിയിൽ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകൾ വരെ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ വരെ UDF എത്തിച്ചപ്പോൾ വയനാട് ജില്ലയിലെ മാത്രം പ്രവർത്തകരെ ഉൾപ്പെടുത്തിയാണ് ഇത്തരമൊരു വലിയ റാലി LDF സംഘടിപ്പിച്ചത്. പ്രധാനമായും കാർഷിക പ്രശ്നങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് വയനാട്ടിൽ LDF നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ കാർഷിക മേഖലകളിൽ നിന്നുള്ള വലിയ ജനവിഭാഗം റാലിയിൽ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ ആദിവാസി മേഖലയിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകളാണ് റാലിയിൽ പങ്കെടുക്കാനെത്തിയത്. ഏതായാലും അക്ഷരാർത്ഥത്തിൽ അനൂപ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഒരുപക്ഷെ നിരവധിയായ കക്ഷികളുടെ നിരവധി തെരഞ്ഞെടുപ്പ് റാലികൾ നാം കണ്ടതാണ്. വളരെ പ്രാധാന്യമെന്നും ദേശീയ പ്രാധാന്യമെന്നും കൊട്ടിഘോഷിക്കപ്പെട്ടവരുടെ റാലികൾ കണ്ടതാണ്. ഒരുപക്ഷെ ദേശീയ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് മറ്റ് ജില്ലകളിൽ നിന്നും ഒക്കെ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളെത്തേണ്ടി വന്നു. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക്, നാം പ്രതീക്ഷിച്ചിരുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ജനസഞ്ചയമാണ് ഇന്ന് ആ റാലിക്ക് കണ്ടത്. കർഷക മാർച്ചും ഒരുപക്ഷെ രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഇതൊരു പ്രഖ്യാപനം തന്നെയാണ്, ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം തന്നെയാണ് നടന്നത്. ആ അർത്ഥത്തിൽ എല്ലാ മാധ്യമങ്ങളും ഈ റാലിയെ കൊട്ടിഘോഷിക്കുന്നു. അതെന്തുകൊണ്ടായിരിക്കണം? വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടന പത്രിക സമർപ്പിച്ച ദിവസം വയനാട്ടിൽ നടന്ന UDF റാലി വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ LDF സംഘടിപ്പിക്കുന്ന ഒരു പ്രധാന പരിപാടി ഏത് രീതിയിലുള്ള ജനപങ്കാളിത്തം അതിനുണ്ടാവുമെന്ന് എല്ലാവരും നിരീക്ഷിച്ചിരുന്നു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ LDFന്റെ കരുത്ത് വിളിച്ചഴിക്കുക എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് LDF ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രചാരണ പരിപാടികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികൾ നേരത്തെ നിശ്ചയിച്ചതാണെങ്കിലും റോഡ് ഷോ നടത്തുക എന്നുള്ള തീരുമാനത്തിലേക്ക് LDF നീങ്ങി. ഇതിന് മന്ത്രിമാരെ പങ്കെടുപ്പിക്കുകയും ചെയ്തു. പ്രധാനമായും വയനാട്ടിൽ UPA സർക്കാരുകൾ അല്ലെങ്കിൽ UPA NDA സർക്കാരുകൾ കൊണ്ടുവന്ന സാമ്പത്തിക നയങ്ങളുടെ
സാമ്പത്തിക നയങ്ങളാണ് വയനാടിനെ ഉൾപ്പെടെ വലിയ കാർഷിക പ്രതിസന്ധിയിലേക്കും തകർച്ചയിലേക്കും നയിച്ചത് എന്ന വിധത്തിലുള്ള പ്രചാരണമാണ് LDF വയനാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചത്. ഇത് ഏതാണ്ട് UDF പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം വരെ വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള വലിയ പ്രചാരണ പരിപാടികൾ ഏതാണ്ട് വിജയത്തിലേക്ക് അടുക്കുന്നു എന്ന് വേണം ഇത്തരമൊരു ജനപങ്കാളിത്തം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും പുൽപ്പള്ളി പോലെയുള്ള മേഖലകളിൽ കർഷക പാർലമെന്റ് ഉൾപ്പെടെ LDF സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഈ മാസം വരുന്ന 16-ന് വയനാട് ജില്ലയിൽ 1 ലക്ഷം പ്രവർത്തകർ പങ്കെടുപ്പിക്കുന്ന വലിയ സ്ക്വാഡ് പ്രവർത്തനത്തിനും LDF തുടക്കമിട്ടിട്ടുണ്ട്. ഏതായാലും ഇത്തരമൊരു ചിട്ടയായ ഏകോപന പ്രവർത്തനങ്ങളുടെ, അതായത് സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി വയനാട് മണ്ഡലത്തിൽ എല്ലാ മേഖലയിലും എത്തിച്ചേർന്ന സുനീറിന്റെ കിട്ടുന്ന വലിയ പിന്തുണയോടുകൂടി ഭാഗമായി വേണം ഇത്തരമൊരു ജനപങ്കാളിത്തത്തെ കാണാൻ. ഏതായാലും അത്തരം തന്നെയാണ് കാര്യങ്ങൾ എന്ന് വേണം നിരീക്ഷിക്കാൻ. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പ്രവർത്തകർ ഇന്ന് വയനാട് കൽപ്പറ്റയിൽ രാവിലെ തന്നെ എത്തിച്ചേർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊതുയോഗത്തിലും ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഏതായാലും ഇത്തരമൊരു ചിട്ടയായ പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ആവേശത്തോടെ നടപ്പാക്കാനാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം വന്നതിന് ശേഷം വലിയ ശക്തി പ്രകടനമായി വലിയ രീതിയിലുള്ള ജനസഞ്ചയമാണ് LDFന്റെ റോഡ് ഷോയിൽ അടക്കം വയനാട് ഇന്ന് കണ്ടത്. വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ച അമിത്ഷായ്ക്ക് മറുപടിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം നയിച്ച പഴശ്ശിരാജയുടെ മണ്ണാണ് വയനാട്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്കല്ലേ ആ ചരിത്രം അറിയൂ എന്ന് പിണറായി പരിഹസിച്ചു. UPA സർക്കാർ നടപ്പിലാക്കിയ ASEAN കരാർ വഴി ദുരിതത്തിലായ വയനാട്ടിലെ കർഷകരോട് ഖേദം പ്രകടിപ്പിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. രാജ്യത്തിലെ BJPയുടെ അധ്യക്ഷൻ അദ്ദേഹം എന്തും വിളിച്ചു പറയാൻ കേമനായിട്ടുള്ളൊരു മനുഷ്യനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ മുതലേ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. ഇന്നലെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അത് വയനാടിനെ ആകെ അവമാനിച്ചുകൊണ്ടാണ്. വയനാടിലെ യോഗം കണ്ടാൽ പാകിസ്ഥാനിലെ യോഗമാണെന്ന് തോന്നുമെന്നാണ് പറഞ്ഞത്. വയനാടിനെ പറ്റി വല്ലതും അദ്ദേഹത്തിന് അറിയോ? ഈ രാജ്യത്തിന്റെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ പോരാട്ടത്തിൽ വയനാട് വഹിച്ച പങ്കിനെക്കുറിച്ച് വല്ല ഗ്രാഹ്യവും അദ്ദേഹത്തിനുണ്ടോ? സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും പങ്കുവഹിച്ചില്ലെങ്കിലല്ലേ അത്തരം ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ നടന്ന സമരം, ആ കാലത്ത് തന്നെ പഴശ്ശിരാജയുടെ കൂടെ ഏറ്റവും വിശ്വസ്തരായി അണിനിരുന്നത് വയനാടിൻ്റെ കുറിച്യപ്പടയായിരുന്നു എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? അങ്ങനെയൊരു ധാരണ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ വയനാടിനെ പാകിസ്ഥാനോട് ഓമിക്കാൻ തോന്നുമോ? ഇത് കണ്ടാൽ പാകിസ്ഥാനിലാണെന്ന് തോന്നുമെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ യോഗം കണ്ടാൽ അത്തരത്തിലൊരു നാടിനെ അവമാനിക്കാൻ പാടുണ്ടോ? കേരളം പാകിസ്ഥാനാണെന്ന വിഷം തുപ്പുന്ന വർഗീയ പരാമർശത്തിന് മുന്നിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം വിറങ്ങലിച്ചു നിൽക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വർഗീയതയെ നേരിടാൻ UDFന് സാധിക്കില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. മുസ്ലിം ലീഗ് പാകിസ്ഥാൻ പതാക ഉപയോഗിക്കുന്നു എന്ന് പ്രചരിപ്പിച്ചിട്ടും അതല്ലെന്ന് പറയാൻ മുസ്ലിം ലീഗ് നേതാക്കൾ തയ്യാറായില്ല. RSSന് വർഗീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിച്ച കോൺഗ്രസ് ആണ് ഇതിന് ഉത്തരവാദിയെന്നും കോടിയേരി ബാലകൃഷ്ണൻ പാലക്കാട് പറഞ്ഞു. RSSകാർ നടത്തുന്ന പ്രചാരവേലയെ മോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും നടത്തുന്ന പ്രചാരവേലയ്ക്ക് മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം. ഇത് വിഷം തുപ്പുന്ന ഒരു വർഗീയ പ്രചാരവേലയാണ്. ഇതിൻ്റെ മുമ്പിൽ മുസ്ലിം ലീഗ് മൗനം പാലിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ കൊടി പാകിസ്ഥാൻ കൊടിയാണെന്ന് പ്രചരിപ്പിച്ചിട്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവും ഞങ്ങൾ ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ കൊടിയല്ല എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് തയ്യാറാകാതിരുന്നത്? അപ്പോൾ ഇത് കാണിക്കുന്നത് RSSകാരെ അവരുടെ പ്രചാരവേല നേരിടാൻ UDFന് സാധിക്കില്ല. മുസ്ലിം ലീഗിൻ്റെയും SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണയോടുകൂടി രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമ്പോൾ അത് RSS ഉപയോഗിക്കും. RSSന് ഉപയോഗിക്കാൻ ഒരു അവസരം കോൺഗ്രസ് ചെയ്തു കൊടുക്കാൻ പാടുണ്ടായിരുന്നോ?
അത് കോൺഗ്രസ് നേതൃത്വമാണ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. RSSന് ഇത്തരമൊരു വർഗീയ പ്രകടനം നടത്താൻ സഹായകമായ നിലയിൽ ഒരു മത്സരത്തിന് വേണ്ടി എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം കളമൊരുക്കി? ഇതിന് ഉത്തരവാദി കോൺഗ്രസ് നേതൃത്വമാണ്. അവരാണ് അതിന് ഉത്തരം പറയേണ്ടത്. കെ മാണിയുടെ മൃതദേഹം അല്പസമയത്തിനകം പാലാ കത്തീഡ്രൽ പള്ളിയിൽ സംസ്കരിക്കും. ഔദ്യോഗിക ബഹുമതികളോടെ 3 മണിയോടുകൂടിയായിരിക്കും സംസ്കാരം. പാലായിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ ആയിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും മാണിയുടെ വസതിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, പാലായുടെ പ്രിയപുത്രനെ കാണാൻ, അവസാനമായി കാണാൻ ഇന്നലെ മുതൽ ജനസഞ്ചയമാണ് ഒഴുകുന്നത്. പ്രത്യേകിച്ച് ഇന്ന് വസതിയിൽ എത്തിച്ചതിന് ശേഷം വല്ലാത്ത രീതിയിൽ എല്ലാ വിവിധ കോണുകളിൽപ്പെട്ടവർ അവിടേക്ക് ഒഴുകുകയാണ്. ഈ സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയോ? അവിടെ 3 മണിക്കാണോ സംസ്കരിക്കുക? എന്തൊക്കെയാണ് ബന്ധുക്കൾ അറിയിക്കുന്ന വിവരങ്ങൾ? അജിംഷാദ്, സംസ്കാര ശുശ്രൂഷ നടപടികൾ, അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളൊക്കെ ഇപ്പോൾ കരിങ്ങോഴക്കൽ വീട്ടിൽ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് ഒരു 3 മണിവരെ അത്തരം സംസ്കാര ശുശ്രൂഷകൾ നടക്കും. അതിനുശേഷമാണ് ഇവിടെ വിലാപയാത്രയായി സെമിത്തേരിയിലേക്ക്, പള്ളിയിലേക്ക് കൊണ്ടുവരിക. ഞാനിപ്പോൾ നിൽക്കുന്നത് KM മാണിയുടെ മൃതദേഹം സംസ്കരിക്കുന്ന പള്ളിയോടനുബന്ധിച്ചുള്ള സെമിത്തേരിയിലാണ്. ഇവിടെ സെമിത്തേരിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരുന്നു. ഏതായാലും KM മാണിക്ക് അന്ത്യവിശ്രമത്തിനുള്ള സെമിത്തേരിയിലുള്ള കല്ലറയാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇനിയുള്ളത് ഇപ്പോൾ നടന്നു വരുന്ന സംസ്കാര ശുശ്രൂഷ പ്രാർത്ഥനകൾ പൂർത്തിയാവുക എന്നുള്ളതാണ്. അത് ഏതാണ്ട് ഒരു 3 മണി വരെ തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം വിലാപയാത്രയായി വീട്ടിൽ നിന്നും, കരിങ്ങോഴക്കൽ വീട്ടിൽ നിന്നും ഈ പള്ളിയിലേക്ക്, സെൻറ്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിലേക്ക് കൊണ്ടുവരും. അതിന് മുന്നോടിയായി വീട്ടിൽ നിന്നിറങ്ങി പാലാ നഗരം മുഴുവൻ ചുറ്റി, അതായത് നഗരി കാണിക്കൽ എന്നൊരു ചടങ്ങ് കൂടി ഉണ്ട്. അതിനുശേഷം പാലായിൽ വിവിധ ഭാഗങ്ങളിൽ നഗരം ചുറ്റി എത്തിയതിനു ശേഷമായിരിക്കും പള്ളിയിലെത്തുക. പള്ളിക്കുള്ളിൽ ഏതാണ്ട് ഒരു 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷ ചടങ്ങുകളുണ്ട്. അതിനുശേഷമായിരിക്കും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സെമിത്തേരിയിലേക്ക് കൊണ്ടുവരിക. സെമിത്തേരിയിൽ എത്തിച്ചതിന് ശേഷം പോലീസ് ഔദ്യോഗിക ബഹുമതി നൽകും. ഒപ്പം തന്നെ ബന്ധുമിത്രാദികൾ, രക്തബന്ധത്തിലുള്ളവർക്ക് അന്ത്യചുംബനത്തിലുള്ള സൗകര്യം പള്ളിമുറ്റത്തുമുണ്ട്. ഒപ്പം വീട്ടിലുമുണ്ട്. സംസ്കാര ശുശ്രൂഷകളുടെ ഭാഗമായി അന്ത്യചുംബനം അടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം നടക്കും. വീട് സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകി വന്നത്. സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായി നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾ, അതായത് സംസ്കാര ചടങ്ങുകൾ എന്ന് പറയാവുന്നവയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മാണിയുടെ വസതിയിൽ. അതിനുശേഷം 3 മണിക്ക് ശേഷം വീട്ടിൽ നിന്നും പാലാ കത്തീഡ്രൽ, സംസ്കാരം നടക്കുന്ന കത്തീഡ്രൽ പള്ളിയിലേക്ക് കൊണ്ടുവരും. 3 മണിയോടുകൂടിയാണ് വീട്ടിൽ നിന്നും മൃതദേഹം എടുക്കുക. അതിനുശേഷം വിലാപയാത്രയായി പാലാ കത്തീഡ്രൽ കൊണ്ടുവരികയും അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗിക ബഹുമതികളോടുകൂടി നടത്താനാകും എന്നതാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകി വന്നത്. സാലിയിലേക്ക് പോകുന്നതിന് മുമ്പ് KM മാണിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ച് കൈരളി TV ചെയർമാൻ കൂടിയായ മമ്മൂട്ടി, KM മാണിയുമായി വളരെ അടുത്ത വ്യക്തിബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും അദ്ദേഹത്തിന്റെ നിര്യാണം കേരള രാഷ്ട്രീയത്തിന് കനത്ത നഷ്ടമാണെന്നും മമ്മൂട്ടി പറഞ്ഞു. സാറിനോട് വളരെ വ്യക്തിപരമായ ഇടപെടുന്ന ഒരാളായ ഈ ഭാഗത്തെങ്ങാനും ഷൂട്ടിങ്ങിന് വന്ന മാണി സാറ് എങ്ങനെയായാലും അറിയും. ഒരു ഫോൺ കോൾ വരും, ഇവിടെ ഷൂട്ടിങ് ഇന്നടുത്താണ്, ഞാൻ എന്നെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നുമില്ല, എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം, തിരക്ക് പിടിച്ച് വരണ്ട എന്ന് പറയും. ചിലപ്പോൾ വരും, വരാതിരിക്കും. അത്രത്തോളം അടുപ്പമുള്ള ആളാണ് ഞാൻ. വളരെ വ്യക്തിപരമായിട്ട് അടുത്തുള്ള ആളാണ്. പിന്നെ പ്രായത്തെ അതിജീവിക്കുന്നൊരു ഊർജ്ജസ്വലനായ ഒരു മനുഷ്യനായിരുന്നു. എനിക്ക് പറഞ്ഞാൽ മാണി സാറിൻ്റെ ഒരു വിയോഗം നഷ്ടം തന്നെ. നമ്മുടെ ഒരു സാമൂഹ്യ ജീവിതത്തിലായാലും ശരി, രാഷ്ട്രീയത്തിലായാലും ശരി, അദ്ദേഹം ഒരു മാണി സാറിൻ്റെ വിടവുമായിട്ട് തന്നെ നിൽക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. 1ാം ഘട്ട പോളിംഗിനിടെ വ്യാപകമായ അക്രമമാണ് ഉണ്ടായത്. ആന്ധ്രയിൽ 2 പേർ കൊല്ലപ്പെടുന്നതിലേക്ക് കാര്യങ്ങളെത്തി. TDP YSR കോൺഗ്രസും രാവിലെ വോട്ടിംഗ് തുടങ്ങി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ സംഘർഷത്തിലേക്ക് വഴുതി വീഴുന്ന സംഭവങ്ങളാണ് ഉണ്ടായത്. ഒപ്പം വോട്ടിംഗ് മെഷീനുകൾ പണിമുടക്കിയത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. വോട്ടിംഗ് മെഷീൻ എറിഞ്ഞുടച്ചാണ് NDAക്കൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥി പ്രതികരിച്ചത്. വീണ്ടും റീപോളിംഗ് വേണ്ടി വന്നാൽ വേണം എന്നതുമായി ബന്ധപ്പെട്ട ചന്ദ്രബാബു നായിഡു
അഭിപ്രായം പുറത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സന്തോഷ് സർലിംഗ് വിവരങ്ങളുമായി ചേരുകയാണ്. സന്തോഷ്, അതായത് രാവിലെ മുതൽ ഏതാണ്ട് മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ സന്തോഷ് റിപ്പോർട്ട് ചെയ്തതാണ് വ്യാപകമായ ആക്രമണം നടക്കുന്നു. ഇപ്പോൾ അത് രണ്ടുപേരുടെ മരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. വോട്ടിങ്ങിനെയും സമ്മതിദാന അവകാശത്തെയും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണോ അക്രമങ്ങൾ അവിടെ പുരോഗമിക്കുന്നത്? എന്താണ് ലഭിക്കുന്ന ചിത്രം? അജിംഷാദ്, പുലർച്ചെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ് ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ വളരെ സമാധാനപരമായാണ് പുരോഗമിക്കുന്നത്. ആന്ധ്രാപ്രദേശിലാണ് ഈ പറഞ്ഞ വലിയ അക്രമ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ പല സ്ഥലങ്ങളിലും വ്യാപക അക്രമം, 2 പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. YSR കോൺഗ്രസിന്റെ ഒരു നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹത്തെ TDP പ്രവർത്തകർ കൊലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ YSR കോൺഗ്രസ് ആരോപിക്കുന്നത്. അനന്ത്പൂരിൽ നിന്നുള്ള TDP നേതാവ് കൂടാതെ TDP നേതാവും കൊല്ലപ്പെട്ടിരിക്കുന്നു. അനന്ത്പൂരിൽ നിന്നുള്ള TDP നേതാവ് സിദ്ധഭാസ്കർ റെഡ്ഡിയാണ് കൊല്ലപ്പെട്ടതായുള്ള വിവരം ലഭ്യമായിരിക്കുന്നത്. ചില ബൂത്തുകളിൽ TDPയും YSR കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടി, അങ്ങനെ തകർക്കപ്പെട്ടിട്ടുണ്ട് ബൂത്തുകൾ പലതും. ഗുണ്ടൂരിലെ സംഘർഷത്തിൽ TDP പ്രവർത്തകർ ഇത്തരത്തിൽ തകർക്കപ്പെട്ട ഒരു ബൂത്ത് പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വെസ്റ്റ് ഗോദാവരി ഭാഗത്ത് YSR കോൺഗ്രസ് TDP പ്രവർത്തകർ കുത്തുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അങ്ങനെ വ്യാപക അക്രമങ്ങൾ. ഇതിനിടയിലാണ് EVM മെഷീനുകൾ പണിമുടക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ജനസേന പാർട്ടിയുടെ ഗുണ്ടുകൽ മണ്ഡലം സ്ഥാനാർത്ഥിയെ മധുസൂദനൻ ഗുപ്ത ഗുണ്ടുകലിലെ തന്നെ ഗൂട്ടിലെ പോളിംഗ് ബൂത്തിലെത്തി വോട്ടിംഗ് മെഷീൻ തകർത്ത് കളഞ്ഞത്. ഇതിൽ മെഷീൻ കംപ്ലൈന്റ് എന്നതിനപ്പുറത്തേക്ക് തന്റെ ചിഹ്നങ്ങളും ചിത്രവും തെളിയുന്നില്ല എന്നായിരുന്നു സ്ഥാനാർത്ഥി ആരോപിച്ച. ഇയാളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യാപക അക്രമങ്ങൾ ആന്ധ്രാപ്രദേശിൽ നടക്കുന്നുണ്ട്. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ പൊതുവെ സമാധാനപരം എന്ന് തന്നെ പറയാം. കേന്ദ്ര സാംസ്കാരിക മന്ത്രി മഹേഷ് ശർമ്മ മത്സരിക്കുന്ന ഉത്തർപ്രദേശിലെ ഗൗതം ബുദ്ധ മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാർക്ക് നൽകാനായി കൊണ്ടുവന്ന നമോ ഫുഡ് പാക്കറ്റുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തിട്ടുണ്ട്. വിദേശകാര്യ സഹമന്ത്രി VK സിംഗ് മത്സരിക്കുന്ന ഗാസിയാബാദിലെ ചില ബൂത്തുകളിൽ വോട്ടിംഗ് മന്ത്രം പണിമുടക്കിയത് കാരണം വോട്ടിംഗ് വൈകാൻ കാരണമായി. BJPക്കെതിരെ RLD സ്ഥാനാർത്ഥി അജിത് സിംഗ് ശക്തമായ മത്സരം സൃഷ്ടിക്കുന്ന മുസാഫർ നഗറിൽ വോട്ടിംഗിനെതിരെ ഇപ്പോൾ BJP സിറ്റിംഗ് MP സഞ്ജീവ് ബല്യാൻ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. അതായത് കള്ള വോട്ട് ഇവിടെ നടക്കുന്നു എന്നാണ് സഞ്ജീവ് ബല്യാന്റെ ആരോപണം. പരാതികൾക്കിടയിലും പക്ഷേ ഭേദപ്പെട്ട പോളിംഗ് ഉത്തർപ്രദേശിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ബീഹാറിലാകട്ടെ മുൻ മുഖ്യമന്ത്രി ജിതിൻ റാം മാഞ്ചി മത്സരിക്കുന്ന ഗയ അടക്കം 4 മണ്ഡലങ്ങളിലെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട ക്യൂ ഇപ്പോഴും കാണാം. കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ വോട്ടിംഗ് ശക്തമാക്കിയിരിക്കുന്നത്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ഭേദപ്പെട്ട പോളിംഗ്. ഈ ഉത്തരേന്ത്യ അപേക്ഷിച്ച് ഭേദപ്പെട്ട പോളിംഗ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും മറ്റു പ്രശ്നങ്ങളില്ലാതെ പോളിംഗ് പുരോഗമിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഗാന്ധി കുടുംബത്തിന് അമേഠി എന്ന പോലെ അമേഠി സുരക്ഷിത മണ്ഡലം ആയി ചൂണ്ടിക്കാട്ടിക്കൊടുത്ത ഹാജി സുൽത്താൻ ഖാന്റെ മകൻ ഹാറൂൺ റഷീദും ഇത്തവണ അമേഠിയിൽ ജനവിധി തേടുന്നുണ്ട്. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് മത്സരിക്കാൻ ഹാറൂൺ റഷീദ് തീരുമാനിച്ചത്. ന്യൂനപക്ഷങ്ങൾ കൈവിടുമെന്ന ഭയമാണ് വയനാട്ടിലേക്ക് പോകാൻ രാഹുലിനെ നിർബന്ധിതനാക്കിയത് എന്നും ഹാറൂൺ റഷീദ് പറയുന്നു. രാഹുലിന് വയനാട്ടിൽ മത്സരിക്കാൻ മുസ്ലിമായ T സിദ്ദീഖിനെ ബലിയാടാക്കിയത് കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിരുദ്ധതയുടെ മറ്റൊരു തെളിവാണെന്നും ഹാറൂൺ റഷീദ് അഭിപ്രായപ്പെടുന്നു. ഗാന്ധി കുടുംബത്തെ ഉത്തർപ്രദേശിലെ ഏറ്റവും സുരക്ഷിത മണ്ഡലമായ അമേഠിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന ഹാജി സുൽത്താൻ ഖാന്റെ വസതിയാണിത്. 1991 രാജീവ് ഗാന്ധി, 1999 സോണിയ, ഇരുവരുടെയും നാമനിർദ്ദേശ പത്രികയിൽ ഹാജി സുൽത്താൻ ഖാനായിരുന്നു ഒപ്പിട്ടത്. എന്നാൽ ഗാന്ധി കുടുംബവുമായുള്ള ഈ ആത്മബന്ധം ഹാജി സുൽത്താൻ ഖാന്റെ കുടുംബം ഉപേക്ഷിച്ചിട്ട് നാളുകളായി. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് അമേഠിയിൽ ഹാജി സുൽത്താൻ ഖാന്റെ മകൻ ഹാറൂൺ റഷീദ് ഇക്കുറി ജനവിധി തേടുന്നത്. ന്യൂനപക്ഷങ്ങളെ BJP മുന്നിൽ നിന്നും കോൺഗ്രസ് പിന്നിൽ നിന്നും കുത്തുകയാണെന്ന് ഹാറൂൺ റഷീദ് കുറ്റപ്പെടുത്തുന്നു. कांग्रेस में अब माइनॉरिटी के प्रति वो भावना नहीं रही जो मौलाना आज़ाद के पीरियड में थी. कांग्रेस मुस्लिम मुक्त पार्टी बनाना चाहती है. जिस तरह BJP का नारा है कांग्रेस मुक्त, तो कांग्रेस का नारा है मुस्लिम मुक्त. രാഹുലിന് വയനാട്ടിൽ മത്സരിക്കാൻ T സിദ്ദിഖിനെ ബലിയാടാക്കിയതും ന്യൂനപക്ഷ വിരുദ്ധത തന്നെയാണെന്നാണ് ഹാറൂൺ റഷീദിന്റെ അഭിപ്രായം. अमेठी के डर से वायनाड भी पहुंचे तो वहां भी इन्होंने मुसलमान की ही मुस्लिम की ही कुर्बानी मान ली. उसको
टी सिद्दीक को बल का बकरा बना दिया। इनको मुस्लिम ही मिला था बकरा बनाने को। അമേഠിയിലെ ന്യൂനപക്ഷങ്ങൾ പിന്തുണയ്ക്കില്ലെന്ന് രാഹുൽ മനസ്സിലാക്കിയെന്നും അതുകൊണ്ടാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്നും ഹാറൂൺ റഷീദ് പറയുന്നു. 6 ലക്ഷത്തോളം വരുന്ന മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്നും ഉറച്ച വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്നും ഹാറൂൺ റഷീദ് പറയുന്നു. അമേഠിയിൽ ന്യൂനപക്ഷങ്ങൾ കൈവിടുമെന്ന ഭയം രാഹുലിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതിനു പിന്നിൽ ഹാറൂൺ റഷീദിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് നിർണായക സ്വാധീനവുമുണ്ട്. വയനാട്ടിലെ ന്യൂനപക്ഷങ്ങൾ എന്തുതന്നെയായാലും രാഹുലിനെ പരാജയപ്പെടുത്തണമെന്നാണ് ഹാറൂൺ റഷീദിന്റെ ആഹ്വാനം. ഹാറൂൺ റഷീദിന്റെ വസതിയിൽ നിന്നും ക്യാമറാമാൻ അതുൽ CS-നൊപ്പം ശരത് കെ ശശി.